ഷിവാസ് കിച്ചൻ ലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പൊട്ടറ്റോ 65 എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 പൊട്ടറ്റോ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പൊട്ടറ്റോ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് 2-3 മിനിറ്റ് ഒന്നുകൂടി തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഈ പൊട്ടറ്റോ നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഇതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ക്യൂബ്സാക്കി എടുക്കണം. ഇനി ഇതിന് വേണ്ട ബാറ്റർ ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൽ വേറെ കളറൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ 65-ന് കുറച്ച് കളറ് കിട്ടും. അതിനുശേഷം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഇല്ലാന്നുണ്ടെങ്കിൽ ക്രഷ് ചെയ്തെടുത്താലും മതി. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഓരോ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ടും കൂടി ഒരുമിച്ചാണ് പേസ്റ്റ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, കുറച്ച് കറിവേപ്പില, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു തിക്ക് ബാറ്ററാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ബാറ്ററാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ക്യൂബ്സാക്കി വെച്ച പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ പൊട്ടറ്റോ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആ എണ്ണ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിലോട്ട് ഇനി ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2-3 പച്ചമുളക് നീളത്തിൽ കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പൊട്ടറ്റോ ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ടൊമാറ്റോ സോസ് ഓപ്ഷനിലാണ് കേട്ടോ. അത് വേണമെന്നുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെറിയൊരു മധുരമായിരിക്കും ഈ പൊട്ടറ്റോ 65-ന്. അതുപോലെ തന്നെ കുറച്ച് സോഫ്റ്റും ആയിരിക്കും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റായിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ 65 ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.